കോഴിക്കോട് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് ദേളി സ്വദേശിയായ മുബഷീറാണ് മരിച്ചത്. 2016 പോക്സോ കേസിൽ ഈ മാസമാണ് ഇയാൾ അറസ്റ്റിലാകുന്നത്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. കാസർഗോഡ് സ്പെഷ്യൽ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ ഇന്ന് രാവിലെയാണ് ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. തുടർന്ന് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അതേസമയം മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ജയിലിൽ മർദ്ദനമേൽക്കേണ്ടി വന്നെന്ന് മുബഷീർ പറഞ്ഞതായി ബന്ധുക്കൾ ആരോപിച്ചു. ഇന്ന് പുലർച്ചെ 5:30 ഇയാൾ മരിക്കുന്നത്. 2016 പോക്സോ കേസുമായി ബന്ധപ്പെട്ട പ്രതിയായിരുന്നു ഇയാൾ. പിന്നീട് ഇയാൾ വിദേശത്തേക്ക് പോവുകയും ചെയ്തു. 2 മാസം മുൻപാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. 3 ആഴ്ച മുൻപ് പോലീസ് വീട്ടിലെത്തി പോക്സോ കേസിൽ വാറന്റ് ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് കാസർഗോഡ് സബ് ജയിലിലേക്ക് മാറ്റി. ഇവിടെ വെച്ച് ശാരീരിക അസ്വസ്ഥത ഉണ്ടായെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സ്ഥിരീകരിച്ചതെന്നും പറയുന്നുണ്ട്. ജയിലിൽ വെച്ച് ചില ഗുളികകൾ കഴിപ്പിച്ചെന്നും ഇത് എന്തിനുള്ള മരുന്നാണെന്ന് അറിയില്ലെന്നും മുബഷീറിന്റെ ബന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതായും ബന്ധുക്കൾ അറിയിച്ചു. അതേസമയം റിമാൻഡ് പ്രതി മരിച്ച സംഭവത്തിൽ ദുരൂഹത നീക്കാൻ വിദഗ്ധ പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് സ്ഥലം MLA പറഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ സംഘത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം എന്നും MLA വ്യക്തമാക്കി. കാസർഗോഡ് ടൗൺ പോലീസ് വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.